ഞാൻ വൂളൻ ത്രെഡിനെ കൊണ്ട് ചെയ്തെടുത്ത ഒരു റൗണ്ട് നെക്ക് ഡിസൈനാണിത്. ഈ നെക്ക് ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഈ നെക്ക് എങ്ങനെയാണ് തയ്ക്കുക എന്നുണ്ടെങ്കിൽ നോക്കാം. ഈ ലൈറ്റ് പിങ്ക് കളറുണ്ട് ഒരു റൗണ്ട് നെക്ക് ഡിസൈൻ തുന്നാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റൗണ്ട് നെക്ക് ഡിസൈൻ തുന്നാൻ വേണ്ടി ആദ്യം ചെയിനിട്ട് വെക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ നെക്കിൽ ഞാൻ 150 ചെയിൻ ഇട്ടിട്ടാണ് ചെയ്യാൻ പോകുന്നത്. 150 ചെയിൻ ഇട്ട് വയ്ക്കാൻ. ഇതാ 150 ചെയിൻ ഇട്ട് വെച്ച് ഞാൻ ഇനി അടുത്ത റൗണ്ടിൽ ചെയ്യുന്ന ഇതിൻ്റെ മുകളിൽ നിന്ന് ഓരോന്നിൻ്റെ മുകളിൽ നിന്ന് സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കും. ഓരോ ചെയിൻ്റെ മുകളിൽ നിന്ന് സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കും. ഓരോ ചെയിൻ്റെ ഈ അറ്റം വരെ സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. അതേമാതിരി ഞാൻ സിംഗിൾ ക്രോഷ്യയിൽ റൗണ്ട് ചെയ്തെടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്ന അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യുക വെച്ചാൽ 3 ചെയിൻ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് അത് കഴിഞ്ഞിട്ട് 2 ചെയിൻ ഇടുക. 5 ചെയിൻ. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഇതിൻ്റെ ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇതേമാതിരി വന്ന് വീണ്ടും 2 ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ട് ഒന്ന് ഒഴിവാക്കിയിട്ട് ഒന്നിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അപ്പോൾ അതേമാതിരി വരും. ഓരോ ബോക്സ് ഉണ്ടാക്കുന്ന 2 ചെയിനിടുക. ഒന്ന് ഒഴിവാക്കുക. ഒരു ചെയിൻ ഒഴിവാക്കിയിട്ട് അടുത്ത ചെയിനിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അങ്ങനെ ഈ റൗണ്ട് വീണ്ടും 2 ചെയിനിടുക. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതേമാതിരി ചെയ്തെടുക്കുക. ഒരു ഡബിൾ ക്രോഷ്യ അല്ല അങ്ങനെ ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. ഇതേമാതിരി ഞാൻ എല്ലാത്തിനകത്തും ബോക്സ് ഇട്ട് വെച്ചു. ഈ റൗണ്ട് ഫുള്ളായിട്ട് ബോക്സ് ഇട്ട് ഇനി അടുത്ത് ചെയ്യുന്ന ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ തന്നെ വയ്ക്കുക. അപ്പോൾ 3 ചെയിൻ ഇടുക. 1 2 3 ചെയിൻ ഇടുക. 3 ചെയിൻ ഇട്ടിട്ട് ഈ സിംഗിൾ ക്രോഷ്യ ഇവിടെ നമ്മൾ ചെയിനിൻ്റെ മുകളിൽ വെച്ചില്ല അവിടെ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കുക. വീണ്ടും 3 ചെയിൻ ഇടുക. ഇതിൻ്റെ മുകളിൽ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കുക. വീണ്ടും 3 ചെയിൻ ഇടുക. 1 2 ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ കൊടുക്കുക. അപ്പോൾ 3 വന്നു. 3 ചെയിനുകൾ വന്നുകൊണ്ട് ഇനി അടുത്ത എന്താ ചെയ്യുക? അടുത്ത ഈ ബോക്സ് ഒഴിവാക്കുക. എന്നിട്ട് ഈ ബോക്സിൻ്റെ ഉള്ളിൽ അവിടെ അങ്ങനെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ട് ഇവിടെ ചെയിൻ ഇടുക. 3 ചെയിൻ ഇടുക. 1
രണ്ട് രണ്ട് 3 ചെയിനിട്ട് വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 3 ഡബിൾ ക്രോഷ്യ വീണ്ടും ചെയ്തെടുക്കുക. ചെയ്തെടുത്തിട്ട് ഇപ്പോൾ 2 ഡബിൾ ക്രോഷ്യ 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഈ ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കുക. അപ്പോൾ അതേമാതിരി വന്നു. ഇനി രണ്ടാമത് 3 ചെയിനിടുക. 3 ചെയിനിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ചെയ്ത് കൊടുക്കുക, ജോയിൻ്റ് ആക്കുക. ഇനി വീണ്ടും 3 ചെയിനിടുക, അതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കുക. ഇതേമാതിരി 3 എണ്ണം വേണം. 1 2 3 ചെയിനിട്ട് ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി. ഇനി അടുത്ത ഒരു ചെയിൻ ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ചെയ്തെടുത്തതിൽ അതേമാതിരി തന്നെ ചെയ്തെടുക്കുക. വീണ്ടും 3 ചെയിനിടുക. 3 ചെയിനിട്ടിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ചെയ്ത് ഇനി വീണ്ടും 3 ചെയിനിടുക. ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ്, ഈ ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി. ഇതേമാതിരി ഇതിപ്പോൾ ഇവിടെ അങ്ങനെ വന്നില്ലേ, ഇതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്ത് കൊണ്ടുവരണം. അതേമാതിരി ഞാൻ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്ത് കൊണ്ടുവരണം. ഈ സൈഡ് അതേമാതിരി ചെയ്തെടുത്ത് അടുത്ത അടുത്തത് അവിടെ വരെ ഞാൻ 2 ചെയിനിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത 3 ചെയിനിടുക. ചെയിനിട്ടിട്ട് ഇവിടെ ഒരു ചെയിനില്ലേ, ഇതിൻ്റെ മുകളിൽ ഇതാക്കും, ജോയിൻ്റ് ആക്കുക. വന്നു കഴിഞ്ഞാൽ 2 ചെയിനിടുക. ചെയിനിട്ടിട്ട് ഇത് ഈ നടുക്കിലത്തെ ഇതില്ലേ, ഇതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അങ്ങനെ ഇവിടെ ഇപ്പോൾ ഒരു ഇത് വന്നു അല്ലേ. വീണ്ടും 2 ചെയിനിടുക. ഇട്ടിട്ട് ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിൻ്റെ അകത്ത് ആദ്യം ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും 3 ചെയിനിടുക. ഇനി വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്തെടുക്കുക. ഇതേമാതിരി വേണം. പിന്നെ വീണ്ടും 2 ചെയിനിട്ടിട്ട് ഈ നടുക്കിലത്തെ ഇതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും 2 ചെയിനിടുക. ചെയിനിട്ടിട്ട് ഇവിടെ ഒരു 3 ചെയിനിട്ട് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ നടുക്കിലത്തെ ചെയിനിൻ്റെ മുകളിൽ ഒരു ജോയിൻ്റ് ആക്കി കൊടുക്കുന്നത്.
അവിടെ ഈ ഷേപ്പ് വന്നു ഉണ്ട്. ഈ അടുത്തതിൻ്റെ മുകളിൽ ഇവിടെ ഇതേമായി തന്നെ 3 ചെയിനിടുക. ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആകും. ഈ വീണ്ടും 3 ചെയിൻ ഇട്ട് കൊടുക്കുക. ചെയിൻ ഇട്ടിട്ട് ഇവിടുത്തെ ഈ ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ അവിടെ അങ്ങനെ ജോയിൻ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ 3 എണ്ണം എന്നുള്ളത് 2 എണ്ണമായി മാറി കണ്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് വീണ്ടും 2 ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ട് ഈ നടുക്കലത്തേൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. കണ്ടോ. ഇതേമാതിരി വന്നു. അതിന് ഇതേമാതിരി ഇവിടെയും ചെയ്ത് കൊടുക്കുക. ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതേമാതിരി ചെയ്തെടുക്കുക. അതേമാതിരി ഞാൻ എല്ലാ സൈഡും തയ്ച്ചെടുത്ത് കഴുത ബോക്സുമായി ഇവിടെ ഇതേമാതിരി ഈ സൈഡ് ഇതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇങ്ങനെ തയ്ച്ചെടുത്ത്. അപ്പോൾ ഇവിടെ 2 എണ്ണം വന്നു. അടുത്തല്ല ചെയ്യുന്നത്. ഇവിടെ ചെയ്ത് വെച്ചു. അപ്പം ഇനിയിപ്പോൾ ഇവിടെ വരെ ഈ ബോക്സ് ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. അത് ഒഴിവാക്കിയിട്ട് ഇവിടെ അതിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നു. ഇതിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നു. 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ചെയ്ത് ഇതിൻ്റെ മുകളിലാണ് ചെയ്തെടുത്തത്. ഇതിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യും. വീണ്ടും ഒന്നും കൂടി ചെയ്യുക. പിന്നെ ഈ ഡബിൾ ക്രോഷ്യ നമ്മളിവിടെ ചെയ്തെടുത്ത ഡബിൾ ക്രോഷ്യ ഉണ്ട്. അതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്തെടുക്കുക. പിന്നെ ഈ വീണ്ടും ഈ 2 ബോക്സ് ഉണ്ടായിരുന്നു. 2 ഡബിൾ ക്രോഷ്യ ചെയ്യും. പിന്നെ ഇവിടെ ഈ ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ. അങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ 2 നമ്മൾ ചെയിനിട്ട് വെച്ചിട്ടില്ല 3 ചെയിൻ. അതിൻ്റെ ഉള്ളിൽ ആദ്യം 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്തെടുക്കുക. ചെയ്തെടുത്തിട്ട് 2 ചെയിൻ ഇടുക. പിന്നെ വീണ്ടും 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇവിടെ ഇങ്ങനെ ഇതേമാതിരി വന്നു കണ്ടേ. ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഈ ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് പിന്നെ ഇവിടെ ഈ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അപ്പോൾ അതേമാതിരി വന്നു അല്ലേ. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ 2 ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ജോയിൻ ആക്കി കൊടുക്കുക. ഇതേമാതിരി വന്നു.
ഇനി അടുത്ത് 2-3 ചെയിനുണ്ട്. ചെയിനിട്ട് ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി. അപ്പോൾ ഇവിടെ ഒരു ചെയിനേ ഉള്ളൂ കൊണ്ട് ബാക്കിയൊക്കെ ഫില്ലായി. ഇനി അടുത്ത് ഇവിടെ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് വീണ്ടും 2 ഡബിൾ ക്രോഷേ ഒരു ബോക്സിൻ്റെ അത് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. അങ്ങനെ ഇവിടെ ചെയ്ത മാതിരി തന്നെ ഇവിടെ നമ്മൾ ചെയ്തെടുത്തില്ലേ, ഇവിടെ ചെയ്തെടുത്ത മാതിരി തന്നെ ഇവിടെയും ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. ഈ ഓരോ ബോർഡർ ഉണ്ട് ഇതേമാതിരി വരും. ഈ ബോർഡറിൻ്റെ മുകളിൽ ഇവിടെ അങ്ങനെ അതേമാതിരി വരും. അങ്ങനെ ചെയ്തെടുക്കുക. ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതേമാതിരി ഈ നെക്ക് അതായത് വരെ തയ്ച്ച് കഴിയുന്ന സമയത്ത് ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. ഇനി ഒരു സ്റ്റെപ്പും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ നെക്കിൻ്റെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ അതേമാതിരി ആയിരിക്കും ഇതുണ്ടാവുക കാണാനായിട്ട്. റൗണ്ടായിട്ട് തരും. അപ്പോൾ അടുത്ത സ്റ്റെപ്പും കൂടെ ചെയ്ത് തരും ചെയ്യാം. ഇതെവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, എവിടെയാണ് നമ്മൾ ചെയ്ത് വെച്ചത്. അപ്പോൾ ഇവിടെ നിന്ന് 2 ചെയിനിടുക. ചെയിനിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. ഡബിൾ ക്രോഷേ ചെയ്തെടുത്ത് ഇവിടെ ഒരു 4 ചെയിനിടുക. 4 ചെയിനിട്ടിട്ട് ഇവിടെ ആണ് ഇതിന് ജോയിൻ്റ് ആക്കി. ഒരു ക്യാപ്പ് മാതിരി വരും. ഇതേമാതിരി വന്ന് ഇനി അടുത്ത ഒരു 2 ചെയിനുണ്ട്. ഈ ചെയിനിട്ടിട്ട് ഇവിടുത്തെ ഒരു ഡബിൾ ക്രോഷേ ഒഴിവാക്കുക. ഇത് അടുത്ത ഡബിൾ ക്രോഷേൻ്റെ മുകളിൽ ചെയ്തെടുക്കുക. ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. ഇവിടെ ഇതേമാതിരി തന്നെ 4 ചെയിനിടുക. ഇട്ടിട്ട് ഇവിടെ ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആകും. വീണ്ടും 2 ചെയിനിടുക. അതിൻ്റെ മുകളിൽ ഒന്ന് ഒഴിവാക്കിയിട്ട് അടുത്തതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. രണ്ട് ചെയിനിടുക. ചെയിനിട്ടിട്ട് ഈ ഗ്യാപ്പ് വരെ ഞാൻ ചെയ്യുന്ന കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് എത്തിയ സമയത്ത് 2 ചെയിൻ ഇവിടെ ഒരെണ്ണം ഒഴിവാക്കിയിട്ട് ഇവിടെ 2 ചെയിൻ ഇട്ടിട്ട് ഇവിടെ ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. ഈ ചെയിനിൻ്റെ ഉള്ളത് അപ്പോൾ ഇവിടെ ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. ചെയ്തെടുക്കുക.
ഇവിടെ ഇതിനുണ്ടാകുന്ന ചെയ്തത്. വീണ്ടും തന്നെ അത് 2 ചെയിനില്ല. ഇതിൻ്റെ ഉള്ളിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇതേമാതിരി വന്നു ഇതിവിടെ കണ്ടോ. ഈ സൈഡിൽ എങ്ങനെയാണോ ചെയ്തത് അതേമാതിരി തന്നെ ഈ സൈഡിലും ചെയ്തെടുക്കുക. അരി വന്നു ഈ സൈഡിൽ ചെയ്തെടുക്കുക. സൈഡിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞതിനൊക്കെ ഡിസൈൻ കാണാൻ അതേമാതിരി തന്നെ.